അധികം ആരും ചെയ്ത് കാണിക്കാത്ത ഒരു മെത്തേഡാണിത്. കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ 3 വിധത്തിൽ കസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ കോൺഫ്ലോർ ചേർത്തും ചേർക്കാതെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 2 വിധമാണ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ വിധം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മൂന്നാമത്തെ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ കസ്റ്റർഡ് പൗഡർ ചേർത്തില്ലെന്ന് നിങ്ങൾ പറയാതെ അറിയത്തില്ല, അതുപോലെ ടേസ്റ്റ് ക്രീമി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമേ പഞ്ചസാരയാണ് ചേർക്കുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് കുറച്ച് മധുരം കൂടുതലായിട്ട് നിൽക്കണം. ഇപ്പോൾ ചായക്കും കാപ്പിക്കും ഉള്ളതിലും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർക്കുക. ഈ 1.5 ഗ്ലാസ് പാലിൻ്റെ 1/2 ഗ്ലാസ് അങ്ങ് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേർപകുതിയാക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കുറുക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1.5 ഗ്ലാസ് പാലിൻ്റെ 1/2 ഗ്ലാസ് പറ്റിച്ച് 1 ഗ്ലാസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കുറുക്കിയെടുക്കുക. ഇനി ആ സമയം കൊണ്ട് മുട്ടയുടെ ഉണ്ണി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണേ. എഗ് സെപ്പറേറ്റർ വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ വേണം ഉണ്ണി സെപ്പറേറ്റ് ചെയ്യാനതാ. ഒട്ടും വെള്ളമില്ല, അങ്ങനെ തന്നെ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഈ എഗ് സെപ്പറേറ്റ്, ഈ ഉണ്ണി സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ കൈവിരൽ ശകലം മടക്കി പിടിച്ചുകൊണ്ട് കൈവിരലിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി. നല്ല വൃത്തിയായിട്ട് ഉണ്ണി മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. 1 ഗ്ലാസ് പാലിന് 2 മുട്ടയുടെ ഉണ്ണിയാണ് വേണ്ടിയത്. അതുപോലെ തന്നെ നാടൻ മുട്ടയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ലൊരു കളറും ആയിരിക്കും, മഞ്ഞ കളറും കിട്ടുവേ. അതുണ്ടെങ്കിൽ നാടൻ മുട്ട എടുക്കാൻ ശ്രമിക്കുക. ഒന്ന് ലൈറ്റായിട്ടൊന്നും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് വറ്റിക്കഴിഞ്ഞ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കണേ. നന്നായിട്ട് ആവി പോകുന്ന ആ ചൂടൊന്ന് കുറച്ചതിന് ശേഷം മുട്ടയുടെ ഉണ്ണി കുറേശ്ശെയായിട്ട്, അതായത് നൂല് പോലെ ചേർത്തിളക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് ഓഫ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ചൂടത്തോട്ട് ഈ മുട്ടയുടെ ഉണ്ണി ഒഴുകുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് പിരിഞ്ഞ് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. നല്ല പ്രാക്ടീസ് ഇല്ലാത്തവർക്ക്, ഇത് ആദ്യമേ ചെയ്യുന്നവർക്ക് ഇത് ശകലം ഒന്ന് കെയർ ചെയ്തൊന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇതാ ഇങ്ങനെ നൂല് പോലെ ഒഴിച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിരിഞ്ഞു പോകരുത്. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചൂടൊന്ന് കുറച്ചിട്ട് ഒഴിക്കുന്നത്. ഇതാ പാലിൻ്റെ കളറൊക്കെ നല്ലൊരു കസ്റ്റാർഡിൻ്റെ കളറിലോട്ട് ആയി വന്നിട്ടുണ്ട്. മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കണേ. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കുക. ഗ്യാസ് ഓണാക്കിയ ഉടനെ തീ കൂട്ടി കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വീണ്ടും കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറേശ്ശെയായിട്ട് കട്ടിയാകാനായിട്ട് തുടങ്ങും. തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പിരിയും. അഥവാ തീ കൂട്ടേണ്ട ആവശ്യമില്ല. അഥവാ കുറഞ്ഞ തീ തന്നെ പിരിയുന്ന പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മുട്ടയൊക്കെ അടിക്കുന്ന വിസ്ക് ഉണ്ടല്ലോ, കമ്പി കൊണ്ടുള്ള, അത് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് ജോയിൻ ആയിക്കോളുവേ. കുറേശ്ശെയായിട്ട് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ കസ്റ്റാർഡിൻ്റെ അതേ കളറിൽ വന്നിട്ടുണ്ട്. ഇതാ ഇത് പരുവത്തിന് കട്ടിയായിട്ടുണ്ട്. ചെക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഇതാ ഈ തവിയുടെ പുറവശത്ത് ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഒരു വര പോലെ വീഴുന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിനാക്കി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആറാൻ വേണ്ടി മാറ്റി വെക്കാവേ. നന്നായിട്ട് ആറണം. ഇനി ഒന്നുകൂടെ ചേർക്കാനുണ്ട് ഇതിനകത്ത്, ആറിട്ട് ചേർക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 1.5 ഗ്ലാസ് പാല് 1 ഗ്ലാസ് ആക്കി പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുക പഞ്ചസാര. ഇനി ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. ഒരു 4 സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടിക്കകത്ത് പഞ്ചസാരയുണ്ട്, അതുകൊണ്ട് ആദ്യമേ പഞ്ചസാര ചേർക്കുക. ആദ്യമേ പാൽപ്പൊടി ചേർത്തിട്ട് പഞ്ചസാര ചേർത്താലും മതി. അത് കണക്കാക്കിക്കൊണ്ട് പഞ്ചസാര ഇടുക. ഇത് തിളയ്ക്കാൻ വേണ്ടി വിടുകയാണ്. തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് 1 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. പാല് തണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് ഈ കോൺഫ്ലോർ പാലിലൊഴിച്ച് ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കണം. ഒന്നിച്ച് കോൺഫ്ലോർ ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് തന്നെ ഒഴിക്കുക. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഗ്യാസ് ഒന്നും ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്യാസ് ഓണിൽ തന്നെ ഇരിക്കണം. കുറേശ്ശെയായിട്ട് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കാണിച്ച അതേപോലെ തന്നെ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്.
കറക്റ്റ് പരുവത്തിൽ തിക്കായിട്ടുണ്ട്. ഇനി ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഫസ്റ്റ് ചെയ്ത മുട്ട കസ്റ്റാർഡ് ആറിയിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനും അളവിലും ഒക്കെ ചേർക്കാവുന്നതാണ്. ആപ്പിൾ മാത്രം ആ സമയത്തൊന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് കറുപ്പായിപ്പോൾ. നിങ്ങൾക്കതറിയാവുന്ന കാര്യമല്ലേ. കുറച്ച് പൈനാപ്പിളും ചേർത്തിട്ടുണ്ട്, കറുത്ത മുന്തിരി ചേർത്തിട്ടുണ്ട്, പച്ചമുന്തിരി ചേർത്തിട്ടുണ്ട്, കുറച്ച് മാതള നാരങ്ങ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചെറിയ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് സബ്ജ സീഡാണ്. കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും തന്നെയില്ല. ഇത് ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാനൊരു ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൗവരി ആയാലും, ഇതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വേവിച്ച് 2 പ്രാവശ്യം കഴുകിയ ചൗവരി ആയാലും ചേർത്താൽ മതിയേ. അതും പ്രത്യേകിച്ച് കാണാൻ ലുക്കിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ആ എക്സാക്റ്റായിട്ട് കസ്റ്റർഡ് പൗഡറിൻ്റെ ഫ്ലേവറിലോട്ട് വരുന്ന വാനില എസൻസ് ചേർക്കുമ്പോഴാണ്. ഇത് ക്ലിയർ ആയിട്ടുള്ള വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ കളർ വ്യത്യാസം ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കും, ഇല്ലെങ്കിൽ ബ്രൗൺ ആയാലും ചേർത്താൽ മതിയേ. ബ്രൗൺ ചേർക്കുമ്പോൾ ശക്കലം കൂടുതൽ ചേർക്കാൻ നോക്കുക. ഇത് നല്ല ഫ്ലേവറിലാണ്, കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്. വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്യുക. കാഷ്നട്ട് ചേർക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാവുന്നതാണ്. അത് നല്ല പാലിൽ കുതിർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് എക്സാക്റ്റായിട്ട് നിങ്ങൾ കസ്റ്റർഡ് പൗഡറിൽ എങ്ങനെ ചെയ്യുന്നു അതേ ടേസ്റ്റാണ്, കളർ കൊണ്ടും രുചി കൊണ്ടും എല്ലാമേ. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ആ പാൽ ഉരുക്കി തണുത്തിട്ടുണ്ടായിരുന്നു, വാനില എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി സബ്ജ സീഡ് ഇടുകയാണ്. ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ടോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ ഒരു വൈറ്റ് കളറായിരിക്കുമേ. ഒരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും ഇതിന്, ഒരു ഐസ്ക്രീം ടേസ്റ്റ് പോലെ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കുമേ. ഇതിന് ടേസ്റ്റിലൊന്നും ഒട്ടും മോശമല്ല, നല്ല ക്രീമി ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇതിനകത്ത് വാനില എസൻസ് ചേർക്കും, ബ്രൗണാണ് ചേർക്കുന്നതെങ്കിൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാകും ലൈറ്റായിട്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള വാനില എസൻസ് ചേർക്കാൻ നോക്കുക. വേണ്ട, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള ചേർക്കാമല്ലോ. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പാല് കാച്ചുന്ന ഈ 2 സ്റ്റെപ്പും കണ്ടല്ലോ, ആ 2 പാലും സെപ്പറേറ്റായിട്ട് കാച്ചി വയ്ക്കുക, അതായത് കുറുക്കി വയ്ക്കുക. കുറുക്കി വെച്ചതിന് ശേഷം ആ 2ഉം കൂടെ മിക്സ് ചെയ്യുക. ആ പാല് കുറുക്കിയത് 2ഉം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വാനില എസൻസ് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എമണ്ടൻ ടേസ്റ്റാണ്. അതായത് ഫ്രൂട്ട് കസ്റ്റാർഡിനകത്തോട്ട് ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ ടേസ്റ്റ് ആയിരിക്കും അതേ ടേസ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2 സെപ്പറേറ്റായിട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ലാസ്റ്റ് 2ഉം കൂടെ അങ്ങ് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വെളിയിൽ നിന്ന് ഒരാളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നിങ്ങളോട് ഇതെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാതിരിക്കത്തില്ല, ഫസ്റ്റായിട്ടും ചോദിച്ചിരിക്കും. അതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള 3 രീതിയിലുള്ള ഫ്രൂട്ട് സാലഡുകളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്നും സപ്പോർട്ടോടെ ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്.